സംസ്ഥാനത്ത് സ്വർണത്തിന്റെ വില റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഒറ്റയടിക്ക് 9,600 രൂപയോളം ഉയർന്നതോടുകൂടി സ്വർണ്ണവില ആദ്യമായി 61,000 കടന്നു. കേരള ചരിത്രത്തിൽ തന്നെ സ്വർണത്തിന് ഈടാക്കുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഇന്ന് അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇറക്കുമതി തീരുവ ഉയർത്തുകയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും മുകളിലേക്ക് ഉയരും. ഇതോടെ ഗ്രാമിന് 8,000 രൂപയെങ്കിലും ആകുമെന്നാണ് വിലയിരുത്തൽ. വില ഇത്തരത്തിൽ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഓരോ തരി പൊന്നും അതീവ സുരക്ഷിതയിലാണ് മലയാളികൾ സൂക്ഷിക്കുന്നത്. വലിയ സ്വർണ്ണ ശേഖരമുള്ളവരൊക്കെ കള്ളന്മാരെ പേടിച്ച് അവ ബാങ്ക് ലോക്കറിലോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ സജ്ജീകരിച്ച അത്യാധുനിക സുരക്ഷയുള്ള സെൽഫുകളിലൊക്കെ സ്വർണം മാറ്റും. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത സാധാരണക്കാർ ചില പ്രത്യേക ഇടങ്ങളിലാണ് സ്വർണം സൂക്ഷിക്കാറുള്ളത്. അടുക്കളയിലെ അരിപാത്രത്തിൽ, പഴയ തുണികൾക്കിടയിൽ, അലമാറയുടെ മുകളിലൊക്കെയായി ആളുകൾ സ്വർണം സൂക്ഷിച്ചിരുന്നു. അത്തരത്തിൽ മോഷ്ടാക്കളെ ഭയന്ന് കൊല്ലം പുഞ്ചകോണത്തെ സുഭദ്ര തങ്ങളുടെ കൈവശമുള്ള ഏതാനും സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ചത് പഴയ കുക്കറിലായിരുന്നു. സ്വർണം അടങ്ങിയ കുക്കർ അമ്മയും മകളും എടുത്ത് ആക്രിക്കാരന് കൈമാറുകയും ചെയ്തു. സ്വർണം കൈവിട്ടു പോയെങ്കിലും സത്യസന്ധനായ ആക്രിക്കാരൻ തമിഴ്നാട്ടുകാരൻ മഹേഷ് ഏറെ പണിപ്പെട്ടാണെങ്കിലും വീട്ടിലെത്തി സ്വർണം തിരികെ നൽകിയതോടെയാണ് സുഭദ്രയുടെ ശ്വാസം നേരെ വീണത്. ഒരാഴ്ച മുമ്പ് വീട്ടിൽ വന്ന മഹേഷിന് സുഭദ്രയും മകളും ചേർന്ന് പഴയ സാധനങ്ങൾ എടുത്ത് നൽകുകയായിരുന്നു. പ്രദേശത്ത് നിന്നും ശേഖരിച്ച് ആക്രി സാധനങ്ങൾ നിലമേലിലെ താമസ സ്ഥലത്തേക്ക് പോയ മഹേഷ് 2 ദിവസം കഴിഞ്ഞാണ് കുക്കറിനുള്ളിൽ സ്വർണം കണ്ടെത്തിയത്. നിരവധി വീടുകളിൽ നിന്നും പഴയ സാധനങ്ങൾ ശേഖരിച്ചതിനാൽ സ്വർണം ആരുടേതെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല. ചില നാട്ടുകാരുടെ സഹായത്തോടെ പുന്നക്കോണം വാർഡ് മെമ്പർ ഷൈനിയുടെ മൊബൈൽ ഫോൺ നമ്പർ കണ്ടെത്തി വിവരം പറഞ്ഞു. പിന്നാലെ ഷൈനി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് നഷ്ടപ്പെട്ട. തുടർന്ന് മെമ്പറുടെ വീട്ടിലേക്ക് സുഭദ്രയെയും മഹേഷിനെയും വിളിച്ചു വരുത്തി സ്വർണ്ണാഭരണങ്ങൾ കൈമാറി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ. ഫേസ്ബുക്കിലാണ് കാണുന്നത് എങ്കിൽ ഫോളോ കൂടി ചെയ്യാൻ മറക്കല്ലേ.